നല്ലൊരു നേഴ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ നമുക്കൊരു സാമൂഹിക ബാധ്യതയുണ്ട്. നമ്മൾ അവിടെയാണ് പലപ്പോഴും ഒരു തോൽവിയായിട്ട് മാറുന്നത്. പലപ്പോഴും നമ്മളെല്ലാം പറയുന്നുണ്ട്, മാലാഖമാർ ആയിക്കോട്ടെ, വാഴ്ത്തുപാട്ടുകൾ നല്ലതാണ്, പക്ഷേ ഈ മാലാഖമാരെല്ലാം വിശപ്പുള്ള മറ്റാവശ്യങ്ങളുള്ള സാധാരണ മനുഷ്യരാണ്. അപ്പോൾ അവർക്കെല്ലാം അവരുടെ സാമൂഹികമായ ചുറ്റുപാടിൽ നല്ലൊരു അന്തസ്സോടെ ജീവിക്കാനുള്ള അവർക്കുള്ള വേതനവും മറ്റ് കാര്യങ്ങളും ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ സാമൂഹിക ഒരു ബാധ്യതയും നമ്മുടെ സാമൂഹിക സുരക്ഷയുടെ തന്നെ ഒരു ഭാഗമായിട്ട് വരേണ്ടതാണ്. ഇപ്പോൾ അനാറ്റമി എന്ന് പറയുന്ന വിഷയം വളരെ വാസ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത് 6 മാസത്തിലാണ് ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നത്. ഫിസിയോളജി ഇതൊക്കെ ശരിക്കും 1 വർഷം എടുത്ത് പഠിക്കുന്നതും 6 മാസം കൊണ്ട് 6 മാസത്തിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 3 മാസം നമുക്കൊരു കോഴ്സ് പീരീഡുള്ള സമയത്ത് അതിൽ വളരെ തിരക്ക് പിടിച്ച് ഈ കുട്ടികളെ നിർബന്ധിച്ച് 1-1.5 മാസം കൊണ്ട് എന്നുള്ള രീതിയിൽ പഠിപ്പിച്ച് അവർ പരീക്ഷ എഴുതുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അതാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എന്നാലും ഞാനൊരു വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള ഒരാളെന്നുള്ള നിലയിൽ അത് കുട്ടികളെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തന്നെയാണ്. ഹൈറാർക്കിക്കലായിട്ട് നേഴ്സസിൻ്റെ ആത്യന്തികമായ കാര്യങ്ങളിൽ ഒരു അൾട്ടിമേറ്റ് അവസാനമായിട്ടൊരു പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നതൊക്കെ നേഴ്സ് ഇതര ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുള്ളൊരു പ്രശ്നം നേഴ്സിങ്ങിനുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റൊക്കെ വിദേശങ്ങളിലേക്ക് നേഴ്സുമാർ ഡ്യൂട്ടിയിൽ നിന്ന് ലീവ് എടുത്ത് പോകാനൊക്കെ ഒരുപാട് സഹായകരമായ 5 വർഷത്തേക്ക് ലോങ് ലീവൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ സാമൂഹിക ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ നല്ലതാണ്, അതിലൊന്നും തെറ്റില്ല. പക്ഷേ നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ് അതുകൊണ്ട് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയും അവരെ ഇവിടെ നമ്മുടെ യങ് ജനറേഷനാണ്. ഏതൊരു രാജ്യത്തിൻ്റെയും മുതൽക്കൂട്ടെന്ന് പറയുന്നത് അവരുടെ യുവജനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള യുവജനങ്ങൾ ഇവിടെ നിൽക്കുന്നിടത്തും നമ്മുടെ ഹെൽത്ത് കെയറിന് ഉപയുക്തമാകുന്നിടത്താണ് നമ്മളുടെ ആരോഗ്യ മേഖല സുരക്ഷിതമാവുള്ളൂ. നമ്മളവരെ ഒരിക്കലും അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. മെയ് 12 ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ചർച്ചയ്ക്കായി ചേരുന്നത് എറണാകുളം വെൽകെയർ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പളും ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി ഈ വർഷം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത പ്രൊഫസർ രേണു സൂസൻ തോമസ് ആണ്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം മാം. താങ്ക് യു. ഈ ട്രെയിൻഡ് നഴ്സസ് യൂണിയൻ്റെ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാര്യമായ പഠനങ്ങൾ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ മേഖലയിൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള, ചെറിയ തോതിലാണെങ്കിലും പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പോലും ഇതിലെ കാസ്റ്റ് ഡൈമെൻഷൻ, ജെൻഡർ ഡൈമെൻഷൻ, സാലറി ഇഷ്യൂസൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഈ ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് വളരെ ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ വളർച്ചയുടെ ഒരു കാലഘട്ടം മുതലായവ. ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ 1908 മുതൽ ഇന്ത്യയിൽ വ്യാപകമായ പ്രവർത്തനങ്ങൾ നഴ്സിംഗ് മേഖലയിൽ നടത്തി വരുന്ന ഒരു സംഘടനയാണ്. തുടക്കത്തിൽ പ്രൈവറ്റ് മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും പ്രവർത്തിക്കുന്ന നഴ്സിംഗ് സൂപ്രണ്ടുമാരുടെ ഒരു അസോസിയേഷനായിട്ടാണ് ഇത് ആദ്യം പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് മറ്റ് എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന എല്ലാ കാറ്റഗറി നഴ്സസിൻ്റെയും ഒരു സംഘടനയായിട്ട് മാറുകയായിരുന്നു 1908. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഇന്ത്യയിലെ ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സസിൻ്റെ, അന്ന് വരെ നേഴ്സസ് പലരും പല സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്കൊരു ബേസിക് ബാക്ക്ഗ്രൗണ്ടില്ലാതെ, ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, വിദ്യാഭ്യാസ യോഗ്യതകളില്ലാതെ പ്രവൃത്തി പരിചയത്തിൻ്റെ ബലത്തിൽ മാത്രം നേഴ്സസ്സായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു. അപ്പോൾ മനുഷ്യരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കാര്യക്ഷമമായിട്ട് നേരിടുന്നതിനും അന്നത്തെ പകർച്ചവ്യാധികൾ അതുപോലെയുള്ള
പ്രസവ ശുശ്രൂഷ, അതുവഴി മരണപ്പെടുന്ന സ്ത്രീകൾ, കുട്ടികൾ അങ്ങനെയുള്ളവരുടെയൊക്കെ എണ്ണം വളരെ കുറയ്ക്കാനും അന്നുണ്ടായിരുന്ന ബോർ കമ്മിറ്റി, അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ സംബന്ധമായൊരു കമ്മിറ്റിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ട്രെയിൻ നേഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ രൂപീകരിച്ച് അതിലൂടെ നല്ല ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവും ട്രെയിനിങ്ങും നേഴ്സസിന് ആവശ്യമാണെന്ന് റെക്കമെൻഡ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ നിലവിൽ വന്നത്. അന്നത്തെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ പ്രവർത്തന ഉദ്ദേശം എന്ന് വെച്ചാൽ അത് നല്ലൊരു പഠന ക്രമവും അതുപോലെ നേഴ്സസിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതുമായിരുന്നു. ആ നിലയിലും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അന്ന് പ്രവർത്തനക്ഷമമായെങ്കിലും സർവീസ് മേഖലയിലുള്ള നേഴ്സുമാരുടെ പല പ്രശ്നങ്ങളിലും കാര്യക്ഷമമായി ഇടപെടാൻ ആ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ആക്ട് മുഖാന്തരം അന്ന് നിലവിൽ വന്ന നേഴ്സിംഗ് കൗൺസിലിന് സാധിച്ചിരുന്നില്ല. അത് നിലവിലും അതേ രീതിയിലാണ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇന്നും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പഠനക്രമം രൂപീകരിക്കുക, ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ തന്നെയാണ്. ഇനിയും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണ്ടതും ഇനിയും പുതിയ കാര്യങ്ങൾ വരേണ്ടതും ഈ സർവീസ് മേഖലയിലുള്ള നേഴ്സുമാരുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെടാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിലും ആവശ്യമായിട്ടുള്ളത്. നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എൻ്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ച, അങ്ങനെ ഒരു അസോസിയേഷൻ കേരളത്തിൽ പ്രസക്തമായത് എങ്ങനെയാണ് എന്ന് പറയും? കഴിഞ്ഞ 56 വർഷങ്ങളായിട്ട് ഇന്ത്യൻ ട്രെയിൻ നേഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന ഘടകം ഇവിടെ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. പിന്നീട് 2008, 2009, 10 കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേരളത്തിലാണ് നേഴ്സിംഗ് മേഖലയിലുള്ള പല സമരങ്ങളും നേഴ്സസിൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കേരളത്തിലാണൊരു പുതിയ കാൽച്ചുവട് മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് ട്രെയിൻ നേഴ്സസ് അസോസിയേഷനാണ് സുപ്രീം കോടതിയെ ഉള്ളൊരു കേസ് ഫയൽ ചെയ്യുകയും അതുപോലെ സിമിലറായിട്ടുള്ള സമഭാവനയുള്ള മറ്റ് അസോസിയേഷൻസും അന്നതിൽ പങ്കെടുത്തു. അങ്ങനെ ഈ കേരളത്തിലും ഇന്ത്യയിൽ മൊത്തത്തിലും ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് മിനിമം വേതനം ഉറപ്പുവരുത്താനുള്ള സുപ്രീം കോടതിയുടെ 2016 പ്രധാന വിധി സമ്പാദിച്ചത് തന്നെ ട്രെയിൻ നേഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ്. അതിൻ്റെ വെളിച്ചത്തിലും ഒപ്പം മുമ്പ് നടന്ന നേഴ്സുമാരുടെ സമരത്തിൻ്റെ വെളിച്ചത്തിലുമാണ് എല്ലാ സ്ഥലങ്ങളിലും മിനിമം വേതനം നിലവിൽ വന്നതും അതിൻ്റെ ഫലമായിട്ട് IRC കമ്മിറ്റി, ഇൻഡസ്ട്രിയൽ റിലേഷൻ കമ്മിറ്റി ഇപ്പോഴും എല്ലാ 5 വർഷം കൂടുമ്പോഴും സിറ്റിംഗ് നടത്തി നേഴ്സസിൻ്റെ വേതനം നിശ്ചയിക്കുന്നതിനുള്ള കാര്യക്ഷമമായ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ട്രെയിൻ നേഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ്. ഈ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെ നോക്കുമ്പം ഇതിൽ പേ സ്കെയിൽ റിവിഷൻ ഏത് രീതിയിലാണ് അത് വിജയകരമായിട്ട് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? കാരണം ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ മാം പറഞ്ഞ പോലെ ബോർ കമ്മിറ്റി, ഷെട്ടി കമ്മിറ്റി, ബലരാമൻ കമ്മിറ്റി, ഇങ്ങനെ പല കമ്മിറ്റികളും ഗവൺമെൻറ് രൂപപ്പെടുത്തുകയും പഠനങ്ങൾ നടത്തുകയും നഴ്സുമാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ സാലറിയിലുള്ള വളരെ തുച്ഛമായ സാലറിയാണ് ഇവർക്ക് ലഭിക്കുന്നത് എന്നുള്ള ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുവരികയും ബേസിക് സാലറി ഇത്ര വേണമെന്ന് നിശ്ചയിച്ചുകൊണ്ടുള്ള ഗവൺമെൻറ് ഓർഡറും സുപ്രീം കോടതി വിധിയുമൊക്കെ വരികയും ചെയ്ത സാഹചര്യത്തിൽ അസോസിയേഷൻ അതിനു വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? ഇതിൽ നമുക്ക് സർവീസ് സൈഡ് സേവന മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും നേഴ്സിംഗിലുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ സേവന മേഖലയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഈ മിനിമം വേജസ്. അപ്പോൾ അത് കൂടുതൽ കാര്യമായിട്ട് അത് ടേക്കപ്പ് ചെയ്യാനായിട്ട് ട്രേഡ് യൂണിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിന് റെപ്രസെൻറ്റേഷൻസ് കൊടുക്കുകയും അതിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് വിദ്യാഭ്യാസ മേഖലയിലാണ്. ഈ 2002 കേരളത്തിൽ ഒരുപാട് നേഴ്സിംഗ് കോളേജുകൾ സ്റ്റാർട്ട് ചെയ്തു, നേഴ്സിംഗ് സ്കൂൾസ്, കോളേജസൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന ഗവൺമെൻറ് സ്കെയിൽ എന്ന് വെച്ചാൽ UGC സ്കെയിലായിരുന്നു. പക്ഷേ അന്ന് പ്രൈവറ്റ് മേഖലയിൽ
പോസ്റ്റ് ഗ്രാജുവേറ്റ് നേഴ്സസിനെ കിട്ടുന്നതിൻ്റെ ക്ഷാമം മൂലം ഒരു ഫാൻസി മോർ ദാൻ മിനിമം എന്നുള്ള ഈ സ്കെയിലൊന്നും ബാധകമല്ലാത്ത ഉയർന്ന ഒരു സ്കെയിലായിരുന്നു അന്ന് PG നേഴ്സസിനെ എംപ്ലോയ് ചെയ്തിരുന്നത്. അപ്പോൾ ആർക്കും അന്ന് UGC സ്കെയിലിൽ ഒരു താല്പര്യമില്ലായിരുന്നു. അന്ന് അങ്ങനെ ഒരു ബേസിക് ലെവൽ അന്ന് മുതലേ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ അത് കാലക്രമേണ പരിഷ്കരിച്ച് നിലവിലുള്ള ഒരു സ്കെയിൽ വന്നിരുന്നേനെ. അന്ന് ജോലിയിലിരുന്ന ആൾക്കാർക്കോ അതുപോലെ ആർക്കും തന്നെ അന്ന് ആ സ്കെയിൽ അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. കാരണം പ്രൈവറ്റ് മേഖലയിൽ അന്ന് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ, ഞങ്ങളൊക്കെ ആ സമയത്ത് കയറിയായിരുന്നു, അവർക്കെല്ലാം തന്നെ UGC സ്കെയിലിന് മുകളിലുള്ളൊരു എമൗണ്ടായിരുന്നു, ഒരു തുകയായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. പിന്നീട് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളെല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള വളരെ ക്വാളിറ്റിയുള്ള നേഴ്സസിനെ അബ്സോർബ് ചെയ്യുന്ന കാര്യത്തിൽ, അവരെ എംപ്ലോയ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ വിജിലൻ്റ് ആയിരുന്നതുകൊണ്ട് നമ്മുടെ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം നേഴ്സുമാരെ നോക്കിക്കാണുന്ന രീതിയിലും അവരുടെ അന്തസ്സ്, അവരുടെ ഒരു സാമൂഹിക അവർക്ക് സമൂഹം കൊടുക്കുന്ന ഒരു വില, ആ ഒരു മേഖലയിൽ നമ്മളിപ്പോഴും മുന്നോട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് സാലറി മാത്രമല്ല, ശമ്പളം മാത്രമല്ല, മറ്റ് പല സാമൂഹിക കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ നിലയിലൊക്കെ പല നേഴ്സസും നന്നായി ഹയർ ഉന്നത വിദ്യാഭ്യാസം കിട്ടിയവരൊക്കെ വിദേശ രാജ്യങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിലവിൽ ഇവിടെ ഒരു വലിയ ടേൺ ഓവർ വന്നു. നമ്മൾ ഏത് മേഖലയിലും ഒന്ന് തുടർന്ന് നിൽക്കുമ്പോഴാണല്ലോ ആ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൽ കൂടുതൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു അവബോധം ഉണ്ടാകുന്നതും അതിൽ നമ്മൾ കൂടുതലായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു ഫാസ്റ്റ് ടേൺ ഓവർ വന്നപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഒരു ക്രീമായിട്ടിരുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരുപാട് ആൾക്കാർ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും, അപ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പോഴും നമ്മളൊരു നേഴ്സിംഗ് കോളേജിൻ്റെ ഫീൽഡ് നോക്കുകയാണെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. ഈ വന്നും പോയി നിൽക്കുന്ന ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശമ്പളത്തിൻ്റെ ഒരു ഡൈല്യൂഷൻ മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിലെ ഒരു ക്വാളിറ്റിയെയും നമ്മൾ സപ്ലൈ ചെയ്യുന്ന നേഴ്സസിൻ്റെ ക്വാളിറ്റിയെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ കാലാകാലങ്ങളിലായിട്ട് നേഴ്സിംഗ് കൗൺസിലും അതുപോലെ ഇപ്പം നിലവിലുള്ള നമ്മുടെ നേഴ്സിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഒക്കെ ഈ പറയുന്ന മേഖലകളിലൊക്കെ തന്നെ നമ്മൾ കൃത്യമായ റെപ്രസെൻറ്റേഷൻസും ഇടപെടലുകളും നടത്തുന്നുണ്ട്. പല മേഖലകളിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. എന്നിരുന്നാലും വളരെ സ്ലോ ആയിട്ടുള്ള ഒരു വ്യത്യാസങ്ങളാണ് അതിലും കണ്ടുവരുന്നത്. പിന്നെ ട്രെയിൻ നേഴ്സസ് അസോസിയേഷൻ പലപ്പോഴും ഓരോ സ്ഥാപനങ്ങളിലെ ഇത്തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമുക്കതിനകത്ത് വളരെ റെസിസ്റ്റൻസും മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ നേഴ്സസിൻ്റെ സൈഡിൽ നിന്നും പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. അത് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതൊരു ലിമിറ്റേഷനാണ്. അത് തീർച്ചയായിട്ടും നിയമപരമായും അതിൻ്റേതായ രീതിയിൽ അതിനെ മറികടക്കേണ്ടത് ആവശ്യമാണ്. ഈ മേഖലയിൽ മറ്റ് സംഘടനകൾ നിലവിലുണ്ടാവുമല്ലോ. ആ സംഘടനകളിൽ നിന്ന് എങ്ങനെയാണ് ട്രേഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വ്യത്യസ്തമായിരിക്കുന്നത്? ട്രെയിൻ നേഴ്സസ് അസോസിയേഷൻ ഒരു വലിയ ഒരു അംബ്രല്ല അസോസിയേഷനാണ്. ഇതിന് കീഴിൽ റെയിൽവേ നേഴ്സസ്, അതുപോലെ മിലിറ്ററി നേഴ്സസ്, അതുപോലെ പ്രൈവറ്റ് മേഖല, ഗവൺമെൻറ്റിലെ എല്ലാ മേഖലകളിലുമുള്ള DGHS, DME എല്ലാ മേഖലകളിലുമുള്ള നേഴ്സസിൻ്റെ ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ് ട്രെയിൻ നേഴ്സസ് അസോസിയേഷൻ. ഇവരെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ട്രെയിൻ നേഴ്സസ് അസോസിയേഷൻ. അപ്പോൾ ഒരു മ്യൂച്വൽ പാരസ്പരികമായ ഒരു ബന്ധത്തിലൂടെ തന്നെയാണ് ഈ എല്ലാ മേഖലകളിലെയും പ്രശ്നങ്ങളുടെ അവരുടെ എല്ലാ മേഖലകളിലും ട്രെയിൻ നേഴ്സസ് അസോസിയേഷൻ ഇടപെടും. അതിനുള്ള എല്ലാ നീക്കങ്ങളും ട്രെയിൻ നേഴ്സസ് അസോസിയേഷൻ അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കും, എല്ലാ പിന്തുണയും നമ്മൾ. എന്നാൽ രാഷ്ട്രീയപരമായ ഒരു നിലപാടിൽ ഉള്ള സംഘടനയല്ല, നോൺ പൊളിറ്റിക്കൽ അസോസിയേഷനാണ്. നമ്മൾ എപ്പോഴും ട്രെയിൻ നേഴ്സസ് അസോസിയേഷൻ വിശ്വസിക്കുന്നത് നേഴ്സുമാരുടെ ആത്യന്തികമായ ആവശ്യങ്ങൾ അത് എല്ലാ സ്ഥലത്തും ഒരു തൊഴിൽ സുരക്ഷ, അവരുടെ ഒരു സാമ്പത്തിക സുരക്ഷ, അവരുടെ അന്തസ്സ്, അവർക്കുള്ള ഓട്ടോണമി, സ്വയമായി കാര്യങ്ങളിൽ ഇടപെടാനും. ഈ ഓട്ടോണമി എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ നേഴ്സിങ്ങിൻ്റെ പ്രത്യേകത, നമ്മൾ
ലോകമെമ്പാടും ഒരുപാട് നേഴ്സസിനെ പ്രൊഡ്യൂസ് ചെയ്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നേഴ്സുമാർ അവിടെ പോയി കഴിഞ്ഞാൽ അവർ വളരെ സ്വയം ഭരണ രീതിയിലാണ്, ഓട്ടോണമിക്കായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോഴും ഒരു നേഴ്സസിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇതര പ്രൊഫഷനിൽ പെട്ട ആൾക്കാരാണ്. മറ്റ് ജോലികളിൽ ഹൈറാർക്കിക്കലായിട്ട് നേഴ്സസിൻ്റെ ആത്യന്തികമായ കാര്യങ്ങളിൽ ഒരു അൾട്ടിമേറ്റ് അവസാനമായിട്ടൊരു പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നതൊക്കെ നേഴ്സ് ഇതര ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുള്ളൊരു പ്രശ്നം നേഴ്സിങ്ങിനുണ്ട്. ഇപ്പോൾ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ സംസ്ഥാനം ലോകമെമ്പാടും ഏറ്റവും ബെസ്റ്റ് നേഴ്സസിനെ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മുടെ കേരളത്തിലെ പ്രത്യേകത, നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ പറയും കേരളത്തേക്കാൾ മോശമാണ്. നമുക്കെപ്പോഴും ഒരു ചിന്താഗതി ഉണ്ടല്ലോ, മറ്റ് സംസ്ഥാനക്കാരെയൊക്കെ നമ്മൾ ചില പ്രത്യേക വാക്കുകൾ കൊണ്ടൊക്കെ നമ്മളവരെ ഇത് ചെയ്യും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ, ഒറീസ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് സ്വന്തമായ നേഴ്സിംഗ് ഡയറക്ടറേറ്റ് ഉണ്ട്, പക്ഷേ കേരളത്തിനില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മെഡിക്കൽ പ്രൊഫഷൻ്റെ അടിയിലാണ് നേഴ്സിംഗ് പ്രവർത്തിക്കുന്നത്. ഇത്തരൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പല പ്രാവശ്യം. 2010 നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഫണ്ട് കേരളത്തിന് അനുവദിച്ചിരുന്നു നേഴ്സിംഗ് ഡയറക്ടറേറ്റ് സ്ഥാപിക്കാൻ. പക്ഷേ ഇതുവരെ അത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അതിനുള്ള സാധ്യതകളുണ്ട് എന്നർത്ഥം. അത് സ്ഥാപിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ വരാത്തിടത്തോളം കാലം കേരളത്തിലെ നേഴ്സിംഗ് മേഖലയിലെ പ്രശ്നങ്ങൾ ആത്യന്തികമായിട്ട് അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക മറ്റുള്ളവരായിരിക്കും. അതിൻ്റേതായൊരു പരിമിതിയും ഒരു ഡിസഡ്വാൻറ്റേജും എപ്പോഴും നേഴ്സിംഗ് പ്രൊഫഷന് കേരളത്തിലുണ്ടാവും. മുമ്പൊരിക്കൽ മാം സൂചിപ്പിച്ചല്ലോ, ഈ മേഖലയിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഇപ്പോൾ ഒത്തിരി കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ കരിക്കുലം, നഴ്സിംഗ് കരിക്കുലം, അതിൻ്റെ ട്രെയിനിങ്, അതിൽ വന്നിട്ടുള്ള മാറ്റം എന്താണ്? കാരണം മുൻകാലത്തെ ട്രെയിൻ നഴ്സസ് എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻറ്റും എഫിഷ്യൻറ്റുമായിട്ട് പറയപ്പെടാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പം വ്യത്യാസമുണ്ടോ? ഇത് കോൺഫിഡൻ്റ് അല്ല, അല്ലെ എഫിഷ്യൻ്റ് അല്ല പണ്ടത്തെ അപേക്ഷിച്ച് എന്ന് ഒരു തോന്നലുണ്ടോ, അല്ലെങ്കിൽ കാഴ്ചപ്പാടുണ്ടോ? അത് ഒരു പരിധി വരെ വാസ്തവമാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ബേസിക് എഡ്യൂക്കേഷനിൽ തന്നെ, ബേസിക് വിദ്യാഭ്യാസത്തിൽ ചില പോരായ്മകൾ, ഇപ്പം നമ്മൾ തന്നെ ഒരു കോളേജ് ലെവലിലൊക്കെ പഠിപ്പിക്കുമ്പോൾ കോളേജ് ടീച്ചേഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ തന്നെ സ്റ്റുഡൻസിൻ്റെ അവരുടെ റിട്ടൺ വെർബൽ സ്കിൽസിലൊക്കെ ലാംഗ്വേജ് മുതൽ, കാരണം നേഴ്സിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പേഷ്യൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു രോഗിയുമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കാം അവരുടെ ടോണിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അവരുടെ മൂഡ് ചേഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷൻ നേഴ്സിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയിൽ ഒരുപാട് ഇപ്പോൾ ഒരു ഇൻറ്റോണേഷൻ നമ്മുടെ മൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഒരാൾ സംസാരിക്കുന്ന ആ രീതി എന്താണ്, അതിനകത്തെ വ്യംഗ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നുള്ളതൊക്കെ ഒരു നേഴ്സിന് മനസ്സിലാക്കണമെങ്കിൽ അതിന് നല്ലൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആവശ്യമാണ്. അത് മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും. അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് ടീമിലെ മറ്റ് മെമ്പേഴ്സുമായിട്ട് ഈ രോഗിയുടെ അവസ്ഥ വിശദീകരിക്കുമ്പോൾ അവിടെയും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ, അതിൻ്റെ എക്സ്പ്ലനേഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ തന്നെ ഒരു ഡൈല്യൂഷൻ, ആ ബേസിക് എഡ്യൂക്കേഷനിൽ നിന്നുള്ള ഒരു എഫക്റ്റ് തന്നെ നേഴ്സിങ്ങിനെ ബാധിച്ചിട്ടുണ്ട്. ഒപ്പം നേഴ്സസിൻ്റെ ഇപ്പം നമുക്കറിയാം പുതിയ തലമുറയിലുള്ള ആറ്റിറ്റ്യൂഡ്, അതും പല സാഹചര്യങ്ങളിലും പേഷ്യൻസിൻ്റെ കാര്യങ്ങളിലൊക്കെ കുറേ കോംപ്രമൈസൊക്കെ വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്നിരുന്നാലും കേരളത്തിലെ നേഴ്സുമാരുടെ ട്രെയിനിങ്, അവരുടെ വിദ്യാഭ്യാസം വളരെ കൃത്യമായിട്ട്, എന്ന് തന്നെയല്ല, കേരളത്തിൽ വളർന്ന കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാണെങ്കിലും നേഴ്സിംഗ് വിദ്യാഭ്യാസം കരസ്ഥമാക്കുമ്പോൾ അവിടെ തന്നെയും അവർക്ക് വളരെ ഒരു വ്യത്യാസം ഉണ്ടെന്നാണ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ വിദേശങ്ങളിൽ നിന്നുള്ള റിക്രൂട്ടേഴ്സ് വരുമ്പോഴും അവർ ആവശ്യപ്പെടുന്നതും കേരളത്തിലോ അല്ലെങ്കിൽ മലയാളികളായ നേഴ്സുമാർ എവിടെയെങ്കിലും നല്ല രീതിയിൽ നഴ്സിംഗ് വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആൾക്കാരെ അവരുടെ രോഗികളെ ശുശ്രൂഷിക്കാൻ
അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു ഡൈല്യൂഷൻ ഉണ്ട് എന്നുള്ളത് അതിൽ തർക്കമില്ല. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ, നേഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിലെ വളരെ നിപുണരായ, വളരെ എക്സ്പേർട്സായ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇവിടെയുള്ള ചില പ്രത്യേക സ്ഥിതിവിശേഷങ്ങളുടെ ഫലമായിട്ട് ഒക്കെ, പിന്നെ ബെറ്ററായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയും വിദേശത്തേക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരു ഫാസ്റ്റ് ടേൺ ഓവർ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുവഴി ഒരു ക്വാളിറ്റിയിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു പഠനക്രമം, ഒരു സിലബസിൻ്റെ വ്യത്യാസം പറയാനാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സെമസ്റ്റർ സിസ്റ്റമാണ്. അപ്പോൾ ഈ സെമസ്റ്റർ ഇപ്പോൾ പുതിയ സിലബസ് സെമസ്റ്റർ സിസ്റ്റമാണ്. ഇതിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു പീഡിയാട്രിക് എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുക്കുകയാണെന്നിരിക്കട്ടെ, ഒരു അഡൽട്ട് ഒരു വലിയ ഒരാളുടെയും ഒരു കുഞ്ഞിൻ്റെയും ഹെൽത്ത് കൺസേൺസ് ഡിഫറൻ്റാണ്. ഈ അഡൽട്ട് നേഴ്സിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പീഡിയാട്രിക് പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഡിസീസ് ആസ്പെക്റ്റും ഉണ്ട്. ഈ സെമസ്റ്റർ സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു സെമസ്റ്ററിൽ നമുക്കറിയാം ഒരു 3 മാസം കഷ്ടിയാണ് അതിൻ്റെ കോഴ്സ് കണ്ടൻറ് എടുക്കാൻ നമുക്ക് സമയം കിട്ടുന്നത്. അതിൽ തന്നെ ഒരു സബ്ജക്റ്റിന് 1 മാസമോ അങ്ങനെ ചുരുങ്ങിയ മണിക്കൂറുകളെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു വാസ്റ്റ് ഏരിയയാണ്. ഇപ്പോൾ ഒരു ടോഡ്ലർ, സ്കൂൾ ഏജ്, അഡോളസെൻറ്റ്, ഇതിൻ്റെയൊക്കെ അസസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഓരോ വാസ്റ്റ് ഏരിയാസാണ്. അപ്പോൾ ഈ സെമസ്റ്റർ സിസ്റ്റത്തിൽ പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള മേഖലകളെ ഒരു സമഗ്രമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനും അതുവഴി അവർക്ക് ഈ അഡൽട്ട് ഹെൽത്ത് നേഴ്സിങ്ങുമായിട്ടും മറ്റ് സബ്ജക്ട്സുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് ഒരു നല്ല രീതിയിൽ പഠിക്കാനൊരു ടൈം കിട്ടുന്നുണ്ടോ എന്ന് ഇപ്പോഴത്തെ ഒരു പുതിയ സിസ്റ്റത്തിൽ വളരെ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ നമുക്ക് ഇയർലി ബേസിസ് ആയിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ടൈം കിട്ടും. ഈ കാര്യങ്ങളൊക്കെ അവർക്കൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് 1 വർഷം പഠിക്കാൻ സമയം കിട്ടും. ഇപ്പം നമ്മളൊരു തിരക്കിട്ട് കുട്ടികളെ ഈ സബ്ജക്ട്സ്, ഇപ്പോൾ അനാറ്റമി എന്ന് പറയുന്ന വിഷയം വളരെ വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അത് 6 മാസത്തിലാണ് ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നത്. ഫിസിയോളജി ഇതൊക്കെ ശരിക്കും 1 വർഷം എടുത്ത് പഠിക്കുന്നതും 6 മാസം കൊണ്ട്, 6 മാസത്തിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 3 മാസം നമുക്കൊരു കോഴ്സ് പീരീഡുള്ള സമയത്ത് അതിൽ വളരെ തിരക്ക് പിടിച്ച് ഈ കുട്ടികളെ നിർബന്ധിച്ച് 1-1.5 മാസം കൊണ്ട് എന്നുള്ള രീതിയിൽ പഠിപ്പിച്ച് അവർ പരീക്ഷ എഴുതുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അതാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എന്നാലും ഞാനൊരു വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള ഒരാളെന്നുള്ള നിലയിൽ അത് കുട്ടികളെ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തന്നെയാണ്. ഇപ്പോൾ അത് ആ കുട്ടികളിപ്പോൾ ഒരു 3rd ഇയർ, ഒരു 6th, 7th ആകുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും അവർ പഠിച്ച് പാസ്സായി വരുമ്പോഴത്തേക്ക് ഇത് ആ കുട്ടികളെ വളരെയധികം ബാധിക്കുമെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം. മിഷനറിയുടെ ഒരു ഇടപെടൽ ഒത്തിരി ഉണ്ടായിട്ടുള്ളൊരു മേഖലയാണല്ലോ നഴ്സിംഗ്, പ്രത്യേകിച്ച് നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ്റെ വളർച്ചയിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ 2 തരം കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ പറ്റും. നഴ്സിംഗ് ആസ് എ മിഷൻ എന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴാണ് നല്ലൊരു കെയറിങ് മെൻറ്റാലിറ്റി ഓരോ നഴ്സുമാരിലും മോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അത് എപ്പോഴും ആവശ്യമാണ് ഈ മേഖലയിൽ എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതുപോലെ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നഴ്സിങ്ങിനെ ഒരു പ്രൊഫഷനായിട്ട് രീതിയിൽ, പ്രൊഫഷണൽ ടച്ചോടുകൂടി അപ്രോച്ച് ചെയ്യണമെന്നുള്ള കാഴ്ചപ്പാടുമുണ്ട്. ഇതിനെക്കുറിച്ച് മാമിൻ്റെ അഭിപ്രായം? ഇപ്പോൾ ഒരു രോഗിയെ ഒരു കെയർ ആൻഡ് കമ്പാഷൻ എന്നുള്ള രീതിയിലൊക്കെ ശുശ്രൂഷിക്കണം എന്നുള്ളതിൽ തർക്കമില്ല. അതിൽ നമുക്ക് നേഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തി ഒരു സാധാരണ ജോലി ചെയ്യുന്നതിൽ ഉപരിയായി അതിലൊരു ഡെഡിക്കേഷനും ഒരു രോഗിയോടുള്ള ഒരു സമർപ്പണം, അവരോടുള്ള ഒരു താല്പര്യം, അവരുടെ വെൽഫെയറിലുള്ള അവർ അസുഖം ഭേദമായി നല്ല ആരോഗ്യത്തോടുകൂടെ തിരിച്ചു വരണം എന്നുള്ളൊരു നല്ലൊരു ഇൻറ്റൻഷൻ, നല്ലൊരു ഉദ്ദേശം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഈ രോഗി പരിചരണത്തിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റ് മാത്രമല്ല, അതിൻ്റെ ഒരു ഇമോഷണൽ ആസ്പെക്റ്റ് ഉണ്ട്. അവിടെയാണ് നമ്മളൊരു കോംപ്രഹെൻസീവ് നേഴ്സിംഗ് കെയർ, ഒരു രോഗിയെ പരിപൂർണമായി എല്ലാ 360 ഡിഗ്രി മുഴുവനായി നമ്മൾ കാണുന്ന ഒരു രോഗിയെ മൊത്തത്തിൽ ഫിസിക്കൽ, സൈക്കോളജിക്കൽ, ഇമോഷണൽ, ഇതെല്ലാ ആസ്പെക്ട്സും വരുമ്പോൾ
ഇതെല്ലാം പ്രധാനമാണ്. അപ്പോൾ പക്ഷേ എന്താണ് ഈ കെയർ കൊടുക്കുന്ന ഒരു നേഴ്സിന് വേണ്ട കാര്യങ്ങൾ? ഈ സമൂഹം നല്ലൊരു നേഴ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ നമുക്കൊരു സാമൂഹിക ബാധ്യതയുണ്ട്. നമ്മൾ അവിടെയാണ് പലപ്പോഴും ഒരു തോൽവിയായിട്ട് മാറുന്നത്. നമ്മൾ നേഴ്സുമാരെ എല്ലാം നമ്മൾ വളരെ മാലാഖമാരായും, അപ്പോൾ പലപ്പോഴും നമ്മളെല്ലാം പറയുന്നുണ്ട് മാലാഖമാർ ആയിക്കോട്ടെ, വാഴ്ത്തുപാട്ടുകൾ നല്ലതാണ്, പക്ഷേ ഈ മാലാഖമാരെല്ലാം വിശപ്പുള്ള മറ്റാവശ്യങ്ങളുള്ള സാധാരണ മനുഷ്യരാണ്. അപ്പോൾ അവർക്കെല്ലാം അവരുടെ സാമൂഹികമായ ചുറ്റുപാടിൽ നല്ലൊരു അന്തസ്സോടെ ജീവിക്കാനുള്ള അവർക്കുള്ള വേതനവും മറ്റ് കാര്യങ്ങളും ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ സാമൂഹിക ഒരു ബാധ്യതയും നമ്മുടെ സാമൂഹിക സുരക്ഷയുടെ തന്നെ ഒരു ഭാഗമായിട്ട് വരേണ്ടതാണ്. അത് വരാത്തിടത്താണ് ഈ അന്തസ്സ്, ഈ വേതനം, മറ്റ് സാമൂഹിക കാര്യങ്ങൾ വരുന്നിടത്താണ് ഇത്രയധികം നേഴ്സുമാർ വിദേശങ്ങളിലേക്ക് പോകുകയും നമ്മുടെ ഭാവിയിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമുക്ക് ഇവിടെ നമ്മുടെ രോഗികളെ പരിചരിക്കാൻ. ഇപ്പോൾ നമ്മളൊക്കെ പ്രായമാകുന്നൊരവസ്ഥയിൽ ആശുപത്രികളിൽ നമ്മളെ ശുശ്രൂഷിക്കാൻ ഇവിടെ എത്ര നേഴ്സുമാർ ബാക്കിയുണ്ടാകും എന്ന് ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു സാഹചര്യം ആണിപ്പോൾ ഉള്ളത്. അപ്പോൾ നഴ്സ് മേഖലയിലുള്ള ഈ മൈഗ്രേഷൻ ആക്ച്വലി ഒരു ചലഞ്ചാണെന്നാണോ മാം വിലയിരുത്തുന്നത്? വളരെ വലിയൊരു ചലഞ്ചാണ്. കാരണം ഓരോ സ്ഥലങ്ങളിലും ഇപ്പം നമ്മൾ 40, 50, 60 നേഴ്സിംഗ് സ്റ്റുഡൻസ് പഠിച്ച് അവരുടെ ഡിഗ്രി സമ്പാദിക്കുന്നിടത്ത് 6 മാസത്തിനകം അതിലൊരു 75% ആൾക്കാരും ഇന്ത്യ വിട്ടു പോവുകയാണ്. ബാക്കിയുള്ളവർ കേരളം വിട്ടു പോവുകയാണ്. കാരണം കേരളത്തിൽ തന്നെ നമ്മളൊരു സിസ്റ്റം ചെയ്തു വെച്ചിരിക്കുന്നു വെച്ചാൽ ആദ്യത്തെ 1 വർഷം നേഴ്സസിനെ ട്രെയിനി എന്ന് പറയുന്ന രീതിയിൽ അവർക്ക് ചെറിയ ശമ്പളം കൊടുത്താൽ മതി. അതേസമയം ഇതേ നേഴ്സുമാർ ഫ്രഷ് നേഴ്സസ്, ന്യൂലി ട്രെയിൻ നേഴ്സസ്, അവർ കേരളത്തിന് വെളിയിൽ പോകുമ്പം അവർക്ക് അതിൻ്റെ ഇരട്ടി ശമ്പളമാണ് കിട്ടുന്നത്. അപ്പോൾ കേരളം വിട്ടു പോകുന്ന ഇവർ പോയിക്കോട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഗവൺമെൻറ്റും ആരോഗ്യ മേഖലയും ഇരിക്കുന്നത്. പക്ഷേ നഴ്സുമാരുടെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ഇക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ ഉയർത്താനുള്ള, അതുപോലെ തന്നെ ഫാമിലിയിലാണെങ്കിലും സോഷ്യൽ മൊബിലിറ്റി സമൂഹത്തിലാണെങ്കിലും ഒക്കെ ഉയർത്താനുള്ള ഒരു മാർഗം കൂടിയാണല്ലോ മൈഗ്രേഷൻ. അപ്പോൾ അതിനെ ഏത് രീതിയിലാണ് അത്തരം ചലഞ്ചിനെ ഫേസ് ചെയ്യാൻ പറ്റുക ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ? ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ കോസ്റ്റ്, നമ്മുടെ ആരോഗ്യ മേഖലയിലെ ചിലവ്, ഒരു സാധാരണക്കാരൻ്റെ ചിലവ് എങ്ങനെയാണെങ്കിലും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും, പല മാനേജ്മെൻറ്റ്സും പറയും ഈ നേഴ്സുമാരുടെ ശമ്പളം കൂടുതൽ കൊടുക്കുന്നതുകൊണ്ടാണ് അവിടുത്തെ ചിലവുകൾ, നേഴ്സിംഗ് അല്ലെങ്കിൽ ആരോഗ്യ ചിലവുകൾ വർദ്ധിക്കുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും മനസ്സിലാകും അവിടെ ഉപയോഗിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ, എക്യുപ്മെൻറ്റ്സ്, മറ്റ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റാഫുകൾ അവർക്കൊക്കെ വലിയ ശമ്പളം കൊടുത്താണ് അവരെല്ലാം എംപ്ലോയ് ചെയ്യുന്നത്. പക്ഷേ നേഴ്സുമാരുടെ കാര്യം മാത്രം വരുമ്പോൾ ഇങ്ങനെയൊരു കോംപ്രമൈസിലേക്ക്, പ്രത്യേകിച്ചും അതിൽ ഇപ്പം നിങ്ങളൊരു ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ ഡോക്ടേഴ്സ് പാർക്കിംഗ് എന്ന് പറയുന്നൊരു മേഖല കാണും. നേഴ്സസിനെ അവിടെ വണ്ടി കൊണ്ടുവന്നാൽ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പറയും നിങ്ങളിനിയും 4 വീലറെ വരണ്ട എന്ന് പറയുന്നൊരു സാമൂഹിക സിറ്റുവേഷൻ അവിടെയുണ്ട്. അതായത് നമ്മൾ ചില കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു ഉയർച്ച സമൂഹത്തിലുണ്ടാകണമെന്ന് നമ്മൾ തന്നെ ആഗ്രഹിക്കുന്നില്ല. അവരെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ഒരു നല്ല ജീവിത നിലവാരമോ ഒരു ചുറ്റുപാടോ കൊണ്ടുവരണമെന്ന് പോലും നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പിന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നേഴ്സുമാരെല്ലാം ശ്രമിക്കേണ്ടത് കൊണ്ട് പിന്നെ അവർക്കതിന് വേണ്ട ഒരു സാമൂഹിക സുരക്ഷയും ഈ പറയുന്ന ജീവിത നിലവാരവും അവർക്കുള്ള സേവന വേതന വ്യവസ്ഥകൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനുണ്ട്. അത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യാത്തിടത്തോളം, അത് നമ്മൾ ഉറപ്പുവരുത്താത്തിടത്തോളം എനിക്ക് തോന്നുന്നു ഈ മൈഗ്രേഷൻ കണ്ടിന്യൂ ചെയ്യും, തുടരും. അത് നമ്മുടെ ആരോഗ്യ മേഖലയെ വളരെ മോശമായിട്ട് ബാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ചിന്താഗതി. നമ്മൾ ചരിത്രപരമായി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലങ്ങളായി ഒരു സ്റ്റിഗ്മ ഫേസ് ചെയ്തിരുന്ന
ഒരു സെക്ടറാണല്ലോ നഴ്സിംഗ്. പ്രത്യേകിച്ച് നഴ്സുമാരെ സ്റ്റിഗ്മറ്റൈസ്ഡ് കാറ്റഗറി ആയിട്ടൊക്കെ കണ്ടിരുന്നത്. സ്ത്രീകൾക്ക് അനുയോജ്യമായ ജോലിയായിട്ട് നഴ്സിങ്ങിനെ കാണുമെങ്കിൽ പോലും ടീച്ചേഴ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഇത്തരം സ്റ്റിഗ്മ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ മാറ്റങ്ങളുണ്ടോ? അതുപോലെ തന്നെ ഈ ഹയറാർക്കിയിൽ ഒരു അവേർഷൻ, നഴ്സിംഗ് ഒരു മീനിയൽ ജോബ് എന്നുള്ള രീതിയിലൊക്കെ കണ്ടിരുന്ന ഒരു കാലഘട്ടം മുൻപ് വളരെ ശക്തമായി കണ്ടിരുന്നു ആ രീതിയിൽ. അതിൽ നിന്ന് വ്യത്യാസങ്ങൾ സോഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ ഒക്കെ എത്രത്തോളം പറ്റിയിട്ടുണ്ട്? കാലാനുസൃതമായിട്ട് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഈ സ്റ്റിഗ്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ചില സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം, നീ വെറും ഒരു നേഴ്സാണ് എന്ന് പറയുന്ന ഒരു സിനിമ എനിക്കൊന്ന് 2-3 വർഷം മുമ്പും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമകളൊക്കെ തന്നെ നമ്മുടെ സാമൂഹിക മേഖലയുടെ ഒരു അനുച്ഛേദമായിട്ടാണ്, ഒരു ക്രോസ് സെക്ഷൻ തന്നെയാണ്. അപ്പം അതിൽ ഇപ്പോഴും നേഴ്സുമാരെ കുറച്ച് സ്റ്റിഗ്മയോടുകൂടെ തന്നെ കാണുന്നുണ്ട്. എന്നിരുന്നാലും കോർപ്പറേറ്റ് മേഖല ഒക്കെ ശക്തമായ അവിടെയൊക്കെ തന്നെ നേഴ്സസ് വളരെ ഉന്നതമായ ജോലികളിൽ ഏർപ്പെടുകയും അവരൊക്കെ പല സ്ഥലത്തും പലപ്പോഴും ഇപ്പോൾ നമ്മൾ പല ഈവൻ സിനിമകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്താൽ തന്നെ കാണാം, ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചാൽ ഒരു ബെറ്റർ, മെച്ചമായ ഒരവസ്ഥയുണ്ടെന്നുള്ള ചില ഫിലിംസ് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചുറ്റുപാടും ഉണ്ട്. എന്നിരുന്നാലും ഇവിടെ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ഗവൺമെൻറ് മേഖലയിലെ നേഴ്സുമാരുടെയൊക്കെ വേതന വ്യവസ്ഥകളൊക്കെ കുറച്ചുകൂടെ ബെറ്ററാണ്. പ്രൈവറ്റ് മേഖലയിൽ ഇപ്പോഴും, കോർപ്പറേറ്റ് മേഖലയിൽ നല്ല രീതിയിലും നല്ല ശമ്പളത്തോടു കൂടി നേഴ്സസ് എംപ്ലോയിഡ് ആണ്. കുറേയൊക്കെ മാറ്റം ഉണ്ടെങ്കിലും ഈ നേഴ്സിംഗ് എന്ന് പറയുന്ന ജോലിയോട് ഇപ്പോഴും ആൾക്കാർക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ആവശ്യം വരുമ്പം നമുക്കിതിനോടൊരു അനുഭാവവും, നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ നമുക്കതിനോടൊരു വിമുഖതയും ഒരു ഇഷ്ടമില്ലായ്മയും ഉണ്ടെന്ന് ഉള്ളത് തന്നെയാണ് വാസ്തവം. ക്രൈസിസ് സിറ്റുവേഷനിൽ നഴ്സുമാരെ മാലാഖയായിട്ടും ഹീറോ ആയിട്ടും, പ്രത്യേകിച്ച് നമ്മുടെ നിപ്പ കോവിഡൊക്കെയുള്ള കാലഘട്ടത്തിൽ നഴ്സുമാരെ വളരെയധികം ഹൈലൈറ്റ് ഉണ്ടെന്ന്, മാലാഖ ഹീറോ പരിവേഷമൊക്കെ നൽകുകയും അത് ഗുണപരമാണോ ശരിക്കും? ഈ നിപ്പ അതിൻ്റെ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് സമൂഹം എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബർഡൻ ആയി മാറുന്നുണ്ടോ? നിപ്പയുടെ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ പരിചയമില്ലാത്തതോ അല്ലെ ഹിസ്റ്ററി അറിയാത്തൊരു രോഗിയെ പരിശോധിക്കുമ്പോൾ ഒരു നേഴ്സ് ഉപയോഗിച്ചിരിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. അതൊന്നും പ്രവർത്തനത്തിലില്ല. ഇപ്പോൾ കൊറോണയുടെ സാഹചര്യത്തിൽ തന്നെ പലപ്പോഴും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് നേഴ്സസ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് പലപ്പോഴും ഇട്ട PPE കിറ്റ് വീണ്ടും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിനകത്ത് ഒരു സുരക്ഷ നേഴ്സുമാർക്ക്? അങ്ങനെ ഒരുപാട് നേഴ്സസ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ സമൂഹത്തിന് മുമ്പിൽ പലയിടത്തും എക്സ്പോസ് ചെയ്യുന്നില്ല. മറ്റ് ആൾക്കാർക്കൊക്കെ, മറ്റ് ഇതര കാറ്റഗറിയിലുള്ള ജോലിക്കാരൊക്കെ എണ്ണത്തിൽ കുറവും, അവരുടെ സുരക്ഷയിലൊക്കെ അവരും വളരെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും, എന്നാൽ കൂടുതൽ രോഗിയുമായിട്ട് ഇടപെടുന്ന നേഴ്സസിൻ്റെ സുരക്ഷയിൽ പലപ്പോഴും കോംപ്രമൈസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഉദാഹരണത്തിന് ഇപ്പോൾ കൊറോണ വന്നപ്പോൾ ഉള്ളൊരു മാനദണ്ഡമായിരുന്നു, രോഗികളുടെ ഫയൽ രോഗികളുടെ ബെഡിൽ വെക്കാൻ പാടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കോൺട്രവേഴ്സിയും ചില ഡോക്ടേഴ്സും നേഴ്സസും തമ്മിൽ അതിനെക്കുറിച്ച് സംഘർഷമൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് നേഴ്സാണ് ഇത് പോയി എടുക്കേണ്ടതും, എന്നാൽ മറ്റുള്ളവരൊക്കെ അവരവരുടെ സുരക്ഷ നോക്കും. മറ്റെല്ലാവരും വന്ന് ഒരു ചില്ലുകൂട്ടിലൂടെ രോഗിയെ നോക്കിയിട്ട് പോകും. പക്ഷേ ഈ രോഗിക്ക് ഭക്ഷണം കൊടുക്കേണ്ടതും മരുന്ന് കൊടുക്കേണ്ടതും നേഴ്സാണ്. മറ്റാരും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാത്തപ്പോഴും ഈ രോഗികളുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് നേഴ്സസാണ്. അപ്പോൾ പക്ഷേ പലപ്പോഴും അവരുടെ സുരക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ കോംപ്രമൈസ്ഡ് ആയ പല സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ നേഴ്സുമാരുടെ അടുത്തു നിന്ന് പ്രതീക്ഷിക്കുന്നത് അൺഎത്തിക്കലാണ്, ഇൻഹ്യൂമനാണ്. നഴ്സിംഗ് കെയർ എന്ന് പറയുന്ന ഒരു സംസ്കാരമായിട്ട് വളരണം, കുറച്ചുകൂടി സമൂഹത്തിൽ അക്സെപ്റ്റബിലിറ്റി ഉണ്ടാവാൻ ഒക്കെ എന്നുള്ള കാഴ്ചപ്പാടും ഇന്ന് ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് ഇപ്പം നമ്മുടെ മലയാളികൾക്കിടയിൽ തന്നെ
രോഗീ പരിചരണം പണ്ട് കാലങ്ങളിൽ ഒരു കുടുംബത്തിലെ തന്നെ ഒരു ആവശ്യമായിരുന്നു. ഇപ്പോൾ പല തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്നു. അപ്പോൾ ആ വീട്ടിലെ എല്ലാ ആരോഗ്യ കാര്യങ്ങളും അവർ തന്നെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം 8 or 10 കുഞ്ഞുങ്ങളുള്ള കുട്ടികളുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ മൂത്ത കുട്ടികളാണ് ഇളയ കുട്ടികളെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ പല തലമുറകൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ അവിടുത്തെ രോഗീ പരിചരണമൊക്കെ അവിടുത്തെ യങ്ങർ ജനറേഷനാണ് അത് ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു രോഗീ പരിചരണം ഒരു കൾച്ചറിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. പക്ഷെ ഇതിൽ പലപ്പോഴും ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജ്, ഇപ്പം നമുക്കറിയാം കുറേ കാലഘട്ടം മുമ്പ് നമ്മുടെ മനുഷ്യരുടെ ഒരു ലൈഫ് സ്പാൻ കുറവായിരുന്നു. ഇപ്പോൾ ഒരു പുരുഷൻ്റെ മാക്സിമം ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി ഒരു 10, 30, 40 വർഷം മുമ്പ് 60 വയസ്സിനടുത്തും, പിന്നീട് അത് 70, ഇപ്പോൾ ഒരു 82 വയസ്സിന് മേലെയാണ് ഇപ്പോൾ ഒരു ആവറേജ് ഒരാളുടെ ഒരു പുരുഷൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി. സ്ത്രീകളുടെ അതിൽ അല്പം കുറവാണ്, കാരണം അവർക്ക് മറ്റ് ജീവിത സാഹചര്യങ്ങളുടെയൊക്കെ ഇതുകൊണ്ട് അല്പം കുറവാണ്. അപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയിട്ടുണ്ട് പണ്ടത്തേക്കാൾ. അപ്പോൾ നമുക്ക് ഈ കെയർ വേണ്ടി വരുന്ന മറ്റുള്ളവരുടെ സപ്പോർട്ടിൽ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ ശരിക്കും അത് ഇപ്പോൾ ഈ പാലിയേറ്റീവ് കെയർ പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രോഗി പരിചരണം വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ പല വീടുകളൊക്കെ സന്ദർശിക്കുമ്പോൾ ഈ ബെഡ് സോറായിട്ട്, ബാക്ക് കെയർ ഒന്നും ഇല്ലാതെ ബെഡ് സോറായിട്ടൊക്കെ കിടക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കിടപ്പ് രോഗികളുടെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ ഈ പാലിയേറ്റീവ് കെയർ പോലെയുള്ള കോൺസെപ്റ്റും പിന്നെ എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾക്കൊക്കെ തന്നെ കെയർ കോൺസെപ്റ്റിലൊക്കെ ഒത്തിരി കുറച്ച് കൂടെ അവബോധം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് പ്രിൻ്റ് മീഡിയയുടെയൊക്കെ വളരെ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മലയാളികളുടെ സംസ്കാരത്തിൽ ഈ കെയർ കോൺസെപ്റ്റ് വളരെ പണ്ട് മുതലേ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം മലയാളി നേഴ്സുമാർ മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർ ഈ മേഖലയിൽ ശോഭിക്കുന്നതും. അതുപോലെ മറ്റൊരു നേഴ്സ് പ്രാക്ടീഷണേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് വിദേശത്തൊക്കെ അതിനോട് കൂടുതൽ ആഭിമുഖ്യ നഴ്സുമാർ വളരെ എഫിഷ്യൻ്റായിട്ടുള്ളവർ ആ രംഗത്തേക്ക് കടന്നു വരിക എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. അത് ഒരു പക്ഷേ നഴ്സുമാരുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ ഇമ്പ്രൂവ് ചെയ്യാനും സമൂഹത്തിൽ അവർക്കുള്ള അക്സെപ്റ്റൻസി, നോളജ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ എന്നുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടാക്കാനും നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ലെ അത് ഇന്ത്യയിലും വരേണ്ടതാണ് എന്നൊരു തോന്നലുണ്ട്? ഇന്ത്യയിൽ കേരളത്തിലൊഴികെ എല്ലാ ഒരുമാതിരി സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നടപ്പിലാക്കി കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലെ പ്രശ്നം എന്ന് വെച്ചാൽ കേരളം ആരോഗ്യമേഖല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ട്, ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടും അത് ഡോക്ടർ ലെഡ് മോഡൽ, ഡോക്ടേഴ്സ് മുന്നിൽ നിന്ന് നയിക്കണം എന്നുള്ള രീതിയിലാണ്. ഇപ്പം നമ്മൾ മിഡ് വൈഫറി പ്രാക്ടീസിൽ ഏറ്റവും ബെസ്റ്റ് മോഡൽ ലോകത്ത് തന്നെ UK മോഡലാണ്. അത് നേഴ്സ് ലെഡാണത്. നേഴ്സസാണ് മിഡ് വൈഫറിയുടെ ഇപ്പം നമ്മൾ പഴയകാല കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2-3 ജനറേഷൻ മുമ്പുള്ള ആൾക്കാരെ എല്ലാം മിഡ് വൈഫ്സാണ് വീടുകളിൽ ഇപ്പോൾ ഡെലിവറി എടുത്തുകൊണ്ടിരുന്നത്. അന്ന് ഇവിടെ നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അന്ന് ചെയ്തുകൊണ്ടിരുന്ന ഈ ദായി സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ദായിസ് എന്ന് വെച്ചാൽ ട്രഡീഷണൽ ബർത്ത് അറ്റൻഡൻസ്. അവരായിരുന്നു അന്ന് പ്രസവം എടുത്തുകൊണ്ടിരുന്നത്. അവർക്ക് നമ്മൾ പിന്നെ ട്രെയിനിങ് കൊടുത്തു. അങ്ങനെയാണ് ANMs എന്ന് പറയുന്നൊരു ഓക്സിലറി നേഴ്സ് മിഡ് വൈഫ് എന്ന് പറയുന്നൊരു കാറ്റഗറി വന്നത്. പിന്നീടാണ് ഇതര നേഴ്സിംഗ് ട്രെയിനിങ് ഒക്കെ വന്നത്. അപ്പോൾ ഇതിലൊക്കെ തന്നെയും ഈ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എക്കാലത്തും അതിൻ്റെ തുടക്കം അമേരിക്കയിലാണ്. എല്ലാ രാജ്യങ്ങളിലും വളരെ കാര്യക്ഷമമായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എലിവേറ്റിംഗ് ഹെൽത്ത് കെയർ കോസ്റ്റാണ്. ഏറ്റവും അധികം വില വർധനയാണ് ഹെൽത്ത് കെയറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനാണ് നേഴ്സ് പ്രാക്ടീഷണർ. അവർ നമ്മുടെ നേഴ്സുമാർ വിദേശങ്ങളിൽ പോകുമ്പോൾ ഏറ്റവും പ്രശസ്തരായ എഫിഷ്യൻ്റായ നേഴ്സ് പ്രാക്ടീഷണേഴ്സായി മാറുകയും നമ്മുടെ ഇവിടെ അവരെ നമ്മൾ വേണ്ട തരത്തിൽ വിലമതിക്കാതിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ തന്നെ നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു ശരിയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും
ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഈ കേരളത്തിന് വെളിയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഈ നേഴ്സ് പ്രാക്ടീഷണർ കോഴ്സസ് നടത്തുന്നുണ്ട്. കേരളത്തിൽ അത് നടപ്പാക്കില്ല എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം. അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ടോ? അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ നേഴ്സിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും നിശ്ചയിക്കുന്ന നേഴ്സുമാരല്ല, ഇതര കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അതോറിറ്റി ആരാണോ അവരുമായിട്ട് ചേർന്ന് പോവുകയേ അതിൽ രക്ഷയുള്ളൂ. അപ്പോൾ അതില്ലാത്തടത്തോളം കാലം ഇങ്ങനൊരു കാര്യം സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. നഴ്സിങ്ങിൻ്റെ തുടക്കത്തിൽ വായിച്ചിട്ടുണ്ട് മെയിൽ നഴ്സുമാരും പുരുഷന്മാരെ ശുശ്രൂഷിക്കാൻ പുരുഷന്മാരും നഴ്സുമാരായിട്ടുണ്ടായിരുന്നു, സ്ത്രീകളെ ആ രീതിയിൽ സോമർവെല്ലിൻ്റെയൊക്കെ റൈറ്റിങ്സ് കാണാറുണ്ട്. പക്ഷെ അതിനുശേഷം ഇതൊരു ജെൻഡേർഡ് പ്രൊഫഷനായിട്ട് മാറുകയുണ്ടായി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മെയിൽ നഴ്സുമാർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇത് ഏത് രീതിയിലാണ് നാം കാണുന്നത്? ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, പ്രത്യേകിച്ചും അസോസിയേഷൻ്റെയൊക്കെ ഒരു പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ഇവരാണ് എന്ന കാഴ്ചപ്പാട് ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അതിനോട് മാം എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതിനെ? ഈ സമൂഹം നിലനിൽക്കുന്നത് തന്നെ പുരുഷനും സ്ത്രീയും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ. നേഴ്സിംഗ് സ്ത്രീകൾ മാത്രമായിരുന്ന കാലഘട്ടത്തിൽ അതിന് വലിയ പുരോഗമനമൊന്നുമല്ല. ഒരുപാട് ചില നല്ല ധിഷണാശക്തിയും നല്ല നല്ല ഒബ്ജക്റ്റീവ്സ്, നല്ല ധൈര്യവതികളായ ഒരുപാട് സ്ത്രീകൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്നിരുന്നാലും പുരുഷന്മാർ നേഴ്സിങ്ങിൽ വന്നപ്പോൾ ഉള്ള അതിൻ്റെ മുന്നോട്ട് പോക്ക് കുറേയും കൂടെ വളരെ സ്വിഫ്റ്റ് ആൻഡ് ഫാസ്റ്റായിരുന്നു, വളരെ സ്പീഡായിരുന്നു. അവർ കുറേയും കൂടെ ചലഞ്ചസ് ഏറ്റെടുത്ത് കുറേ കൂടെ നല്ല രീതിയിൽ നേഴ്സിംഗ് മേഖലയിൽ ഇപ്പോൾ ഈ ട്രേഡ് യൂണിയൻസിൻ്റെ രൂപീകരണം, നേഴ്സസിൻ്റെ അവകാശ മേഖലകളിലൊക്കെ അവരുടെ സേവന വേതന കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള പല പരിശ്രമങ്ങളും പല സമരങ്ങളും ഒക്കെ നയിച്ചത് പുരുഷന്മാരായ ഒരുപാട് നേഴ്സസാണ്. അത് ഈ 2008 ശേഷം 2005-2008 ശേഷം ഒരുപാട് പുരുഷന്മാർ നേഴ്സിങ്ങിൽ വരികയും അന്ന് ഈ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നൊരു സിസ്റ്റം നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നേഴ്സസിനെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി തന്നെയായിരുന്നു. അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അന്ന് 1200-1500 രൂപയായിരുന്നു അന്ന് ഒരു വർഷത്തേക്ക് ഈ ഇൻറ്റേൺഷിപ്പിന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ നമ്മുടെ പാർലമെൻറ്റിലൊക്കെ ഇൻറ്റേൺഷിപ്പിനെതിരെ ഒരു ബില്ല് അവതരിപ്പിക്കുകയും അങ്ങനെ ഇൻറ്റേൺഷിപ്പ് എടുത്തു കളയും. ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് നഴ്സിംഗ് മേഖലയിലെ പുരുഷന്മാരുടെ എഫേർട്ടാണ് ഉള്ളത്. അപ്പോൾ ഒരു പരമ്പരാഗതമായ രീതിയിൽ ഒരു എംപതൈസിങ് ആയിട്ട് ഒരു നഴ്സിംഗ് കെയർ ആസ്പെക്റ്റിൽ സ്ത്രീകളായ നേഴ്സുമാർ ഒരുപാട് കാര്യങ്ങളൊക്കെ നേഴ്സിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവകാശങ്ങൾ മറ്റ് അങ്ങനെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ നേടിയെടുക്കുന്നതിൽ പുരുഷ നേഴ്സുമാരുടെ കോൺട്രിബ്യൂഷൻ നമ്മളൊരിക്കലും വിസ്മരിച്ചുകൂടാ. മെയിൽ നഴ്സിംഗ് ഇപ്പം കൂടുതൽ പ്രൊമിനൻ്റ് ആയിരിക്കുന്ന ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതലാണോ എന്നറിയില്ല, എങ്കിൽ പോലും അവരുടെ ഒരു സാന്നിധ്യം ഏതെങ്കിലും രീതിയിൽ മെയിൽ ഡൊമിനൻസോ അല്ലെങ്കിൽ ജെൻഡർ ഇനിക്വാളിറ്റിയോ എന്നീ പ്രശ്നങ്ങൾക്ക് പ്രസക്തിയുണ്ടോ അവരുടെ വരവ്? ഇതിലൊക്കെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ പലപ്പോഴും അവരുടെ പല ഒരു പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ സ്ത്രീകൾ പലപ്പോഴും പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം നമ്മളെ പൊതുവിൽ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് എപ്പോഴാണോ സ്ത്രീകൾ പിന്നോട്ട് പോകുന്നത് അപ്പോൾ അവിടെ സംബഡി എൽസ് വിൽ ടേക്ക് അപ്പ് ദറ്റ് പൊസിഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്ത്രീകൾ അവരുടെ കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് നിൽക്കുമ്പോൾ സ്ത്രീകൾ ഭൂരിഭാഗം ഉള്ളപ്പോൾ അവിടെ നോർമലി അങ്ങനെയാണെങ്കിൽ ആ നിലവിൽ ആ പോസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന സ്ത്രീ അത്രയും കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഒരു പുരുഷൻ അതിന് പകരമായിട്ട് വരില്ല. ആരാണോ ആ മേഖലയിൽ ശോഭിക്കുന്നത് അവരായിരിക്കും മുമ്പിൽ വരിക. നമ്മൾ സ്ത്രീകൾ അവരുടെ പൊതു ഇടപെടലുകളിൽ പുറകോട്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു പുരുഷൻ വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് അതൊരു മെയിൽ ഡോമിനൻസ് ആയിട്ടോ
അങ്ങനെയൊന്നും എടുക്കണ്ട. കാരണം ഭൂരിഭാഗം ശരിക്കും പല രീതിയിലും നേഴ്സിംഗ് മേഖലയിലെ പുരുഷന്മാർ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് കേട്ടിട്ടുണ്ട്. സമൂഹത്തിൽ ഇപ്പം സ്ത്രീ നഴ്സിനേക്കാൾ കൂടുതൽ അവേർഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഫെമിനൈൻ റോൾ, ഒരു സ്ത്രീത്വമുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ അവർ പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയായിരിക്കാം. നമുക്ക് ആ ലേമാൻസ് ക്ലോത്ത്സ് ഇട്ട് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും ആണുങ്ങൾക്ക് ഒരു ചേഞ്ചിങ് റൂം പോലും ഇല്ലാത്ത ആശുപത്രികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് നഴ്സിംഗ് മേഖലയിലെ പുരുഷന്മാർ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു മൈനോറിറ്റി എന്നുള്ള നിലയിൽ ഏത് മേഖലയിലും ആരും ഫേസ് ചെയ്യാവുന്ന ചില പ്രശ്നങ്ങൾ നഴ്സിംഗ് മേഖലയിലെ പുരുഷന്മാർ ഫേസ് ചെയ്യുന്നുണ്ട്. പല സംഘടനകളിലും പുരുഷന്മാരാണല്ലോ അതിൻ്റെ തലപ്പത്തൊക്കെ. പക്ഷേ ഈ ട്രെയിൻ നഴ്സസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ? ജെൻഡർ നമ്മുടെ മേഖലയിൽ സ്ത്രീകൾ തന്നെയാണ് കൂടുതലും. ട്രെയിൻ നഴ്സസ് അസോസിയേഷനിൽ സ്ത്രീകളാണ് കൂടുതലും ഓഫീസ് ബെയറേഴ്സായിട്ടിരിക്കുന്നത്. പുരുഷന്മാരും ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ നാഷണൽ പ്രസിഡൻറ്റ് ഒരു പുരുഷനാണ്. നാഷണൽ കമ്മിറ്റിയിലും സ്ത്രീകളാണ് കൂടുതൽ. എൻ്റെ ഒരു ചിന്താഗതി, നമ്മൾ നിൽക്കുന്ന മേഖലയിൽ ഊർജ്ജസ്വലരായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും അതിന് പകരമായിട്ട് ഒരു പുരുഷ മേധാവിത്വം വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. ട്രെയിൻ നഴ്സസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി കേരള മേഖലയുടെ പ്രസിഡൻ്റായിട്ട് ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ. ഇതിൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ചൊന്ന് ചുരുക്കി വിശദീകരിക്കാമോ? ഇതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഓരോ മേഖലയിലും ഇപ്പം നമുക്കറിയാം, നമ്മളൊരു ഹൃദയ സംബന്ധമായൊരു പ്രശ്നത്തിന് ഒരു ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഫിസിഷ്യനെ ആയിരിക്കില്ല, നമ്മൾ ചിലപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റിനെ ആയിരിക്കും കാണുന്നത്. ഇപ്പം നമുക്കൊരു ഒരു മറ്റ് എന്തെങ്കിലും ഒരു കാലിന് പ്രശ്നമുണ്ട്, അപ്പോൾ നമ്മളൊരു അസ്ഥിരോഗ വിദഗ്ധരെയാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നേഴ്സിങ്ങിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് മേഖലയിൽ PSC പരീക്ഷ എഴുതിയിട്ട് പോകുന്നു. ഒരു ജനറൽ എക്സാം എഴുതിയിട്ടാണ് എല്ലാവരും PSC എക്സാം എഴുതിയിട്ടാണ് നേഴ്സായിട്ട് പോകുന്നത്. ചിലപ്പോൾ ആ വ്യക്തി MSc ഓൺകോളജി MSc നഴ്സിംഗ് കഴിഞ്ഞായിരിക്കും. പക്ഷേ ആ ആൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് ചിലപ്പോൾ ഒരു PHCയിലോ CHCയിലോ ആയിരിക്കും. അവിടെ ഈ ആൾക്ക് അവിടെ ഒരു അങ്ങനെ ഒരാളെ അവിടെ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ജനറൽ നേഴ്സ് എന്നുള്ള നിലയിലായിരിക്കാം ഈ വ്യക്തി അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നേഴ്സസിന് സ്പെഷ്യാലിറ്റി കേഡർ വേണം, അവർക്ക് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള നേഴ്സസിൻ്റെ സ്പെഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു സ്കിൽ ലാബ് കേരളത്തിൽ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുള്ള സർട്ടിഫിക്കേഷൻസ്, അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് നേഴ്സുമാരായിരിക്കണം ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നത്. അതുപോലെ ഈ നഴ്സിംഗ് ഡയറക്ടറേറ്റ് കൊണ്ടുവരാനായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഒപ്പം സേവന മേഖലയിൽ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിലും നഴ്സിംഗിൽ സേവന വേതന വ്യവസ്ഥകളൊക്കെ ഗുണകരമായിട്ട് കൂടുതൽ നേഴ്സുമാരെ അവരിവിടെ വിട്ടുപോകാതിരിക്കാൻ, അതുപോലെ നേഴ്സ് എന്നുള്ള ഒരു വികാരത്തിൽ അതൊരു ഒരു ഒരു കോമൺ എല്ലാവർക്കുമുള്ള ഒരു ഗുഡ് ഫീലിംഗ് ആയിട്ട് ഒരു ഒരു ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നഴ്സുമാരെ എല്ലാം സംഘടിപ്പിച്ച് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു രീതിയിലാണ് അടുത്ത 4 വർഷം TNA കേരള ഘടകം പ്രവർത്തിക്കുക. ട്രെയിൻ നഴ്സസ് നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ മാം, സ്പെഷ്യലൈസേഷൻ. ഈ നഴ്സ് പ്രാക്ടീഷണേഴ്സ് എന്നുള്ള ഒരു പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ ഈ സ്പെഷ്യലൈസേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലേ? നഴ്സ് പ്രാക്ടീഷണേഴ്സിനകത്തും സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിനകത്ത് മിഡ് വൈഫറി ഉണ്ട്, ക്രിട്ടിക്കൽ കെയർ. ഓരോ മേഖലയിലും നമ്മൾ മറ്റ് സ്പെഷ്യലൈസേഷൻ കാണുന്ന പോലെ തന്നെ നഴ്സ് പ്രാക്ടീഷണേഴ്സിനും ജനറൽ പ്രാക്ടീഷണറുണ്ട്. എല്ലാ മേഖലയിലും അതിനകത്തും സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ഹെൽത്ത് കെയർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും, പിന്നെ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവറ്റ് മേഖല
വളരെയധികം ഡെവലപ്ഡ് ആണ്. പിന്നെ നമ്മുടെ ഇൻഷുറൻസ് പരിമിതമാണെങ്കിലും നമ്മൾ ഇൻഡിവിജ്വൽ ലെവലിൽ പേ ചെയ്തിട്ടാണെങ്കിലും വി ഹാവ് ആക്സസിബിലിറ്റി ടു ദീസ് ഹെൽത്ത് കെയർ. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊന്നും അത്രയും ആക്സസിബിൾ അല്ല, അവരുടെ പ്രൈവറ്റ് മേഖല ഇത്രയും വളർന്നിട്ടില്ല. അപ്പോൾ അവിടെയെല്ലാം ഈ ഒരു റഫറൽ സിസ്റ്റം വഴിയാണ് ഒരു രോഗി ഹെൽത്ത് കെയറിലെ ഓരോ ഇതിലേക്കും എത്തുന്നത്. അപ്പോൾ അവിടെ വളരെയധികം ഡിലേ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മെഡിക്കൽ ടൂറിസം അല്ലെ അങ്ങനെയുള്ള മേഖലയൊക്കെ വളരാനുള്ള കാരണം തന്നെ നമുക്കിവിടെ ഗവൺമെൻറ് ഇതര, അതായത് പ്രൈവറ്റ് മേഖലയിലുള്ള ആരോഗ്യ മേഖലയുടെ വളർച്ചയും നമുക്ക് സ്പെഷ്യലിസ്റ്റുകൾ ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് ഇതിനകത്തെ ഇൻഡയറക്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഹെൽത്ത് കെയർ കോസ്റ്റ്, എലിവേറ്റിംഗ് ഹെൽത്ത് കെയർ കോസ്റ്റ്. അപ്പോൾ ഇതിനൊക്കെ സാധാരണക്കാർക്ക് ഏറ്റവും ആക്സസബിളായിട്ട് ഹെൽത്ത് കെയർ കിട്ടാനാവുക ഈ നേഴ്സ് ലെഡ് മോഡൽസ് വഴിയാണ്. ഇപ്പം പലപ്പോഴും രോഗികൾ പറയാറുണ്ട്, ഞങ്ങൾ പറയുന്നതൊന്നും ഡോക്ടേഴ്സ് ശ്രദ്ധിക്കുന്നില്ല. കാരണം അവർക്ക് സമയമില്ല. അവർക്ക് ഒരു ദിവസം എത്രയോ നമ്പർ 10ഉം 100ഉം 130ഉം ഒക്കെ രോഗികളെ കാണാനുണ്ടാവും. പക്ഷേ നമ്മൾ നേഴ്സ് ലെഡ് മോഡൽസിൽ വരുമ്പോൾ അവർ കുറച്ചും കൂടെ പേഷ്യൻ്റ് ഓറിയൻറ്റഡും കുറേ കൂടെ പേഷ്യൻസിനെ ലിസൺ ചെയ്യുകയും സാധാരണക്കാർക്ക് കുറച്ചും കൂടെ ആക്സസിബിൾ ആകുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്ന മോഡൽ തീർച്ചയായിട്ടും കേരളത്തിലും അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഇവിടെ ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി അതിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഈ വർഷത്തെ നഴ്സിംഗ് തീം, ഇക്കോണമി നഴ്സിംഗ് തീമിനെ കുറിച്ച് മാമിന് എന്താ പറയുക? നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരുപാട് നേഴ്സുമാർ വെളിയിലേക്ക് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നമുക്ക് ഭാവിയിലേക്ക് നമ്മളുടെ ആരോഗ്യ മേഖലയിൽ അതിൻ്റെ ബാക്ക് ബോണായ നേഴ്സിംഗ്, അതിൻ്റെ നട്ടെല്ലായ നേഴ്സിംഗ് സർവീസിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ആ നേഴ്സസ് അവരിവിടെ പിടിച്ചു നിർത്താനുള്ള മേഖലകൾ എന്തൊക്കെയാണോ, അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അതിന് ഇന്നേ തയ്യാറെടുക്കുകയാണെങ്കിലാണ് ആ ഒരു നമ്മുടെ ഹെൽത്ത് കെയറിൻ്റെ ബാക്ക് ബോണായ ഈ നേഴ്സസ് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുകയും ഇവിടെ നിൽക്കുകയും നമ്മുടെ രോഗികളെ ശുശ്രൂഷിക്കുകയും ചെയ്യുള്ളൂ. ഇപ്പം നമുക്കറിയാം വിദേശങ്ങളിലൊക്കെ വൃദ്ധജനങ്ങളെയും അങ്ങനെയൊക്കെയുള്ള കെയറേഴ്സായിട്ട് തന്നെ ഒരുപാട് നേഴ്സസ് ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സീനിയർ സിറ്റിസൻസിനെയൊക്കെ അവരുടെ അവരെയൊക്കെ അവരുടെ വെൽഫെയറൊക്കെ ആ രാജ്യത്തെ സർക്കാരുകളും ഒക്കെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെയൊക്കെ ഭാവിയിലെ ഈ പ്രായമായവരുടെയും അതുപോലെയുള്ള കെയർ ആവശ്യമുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താകും എന്ന് നമ്മൾ ഇന്നേ ചിന്തിച്ചെങ്കിൽ മാത്രമേ അടുത്ത ഒരു 10 വർഷത്തിനിടയിലെങ്കിലും ഈ മൈഗ്രേഷനും അതുവഴിയുള്ള നമ്മുടെ ഹെൽത്ത് കെയറിലുള്ള ക്വാളിറ്റിയിലുള്ള ഡൈല്യൂഷനും ഒക്കെ ആ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കാനും അതിനെ അതിജീവിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വർഷത്തെ തീം ഇക്കണോമിക് പവർ ഓഫ് കെയർ അല്ലേ, അത് കൂടുതൽ എന്താ അതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത്? ഇതിപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വർഷങ്ങൾ മുമ്പ്, ഇപ്പം നമ്മളൊരു 50 വർഷം മുമ്പത്തേക്ക് ചിന്തിക്കുക. അന്ന് മുതലേ നമ്മുടെ സാമ്പത്തിക വശത്തിൻ്റെ ഒരു ഇൻഡയറക്റ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് നേഴ്സസാണ്. ഈ മധ്യ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് നേഴ്സസ് വിദേശങ്ങളിലൊക്കെ പോയത് വഴിയാണ് നമ്മുടെ ഇവിടെയുള്ള ഇപ്പോഴും വിദേശങ്ങളിൽ നല്ലൊരു ശതമാനം നേഴ്സിംഗ് മേഖലയിലെ ആളുകൾ അയക്കുന്ന ഇവിടെയുള്ള ബാങ്കുകളിലെ നിക്ഷേപങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ബാങ്കിങ് മേഖലയെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ചും നമ്മുടെ ഒരു സാമൂഹിക മേഖലയുടെ ഒരു അടിത്തറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ നേഴ്സുമാരുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റില്ല. അതൊരു നല്ല ശതമാനം നേഴ്സസ് തന്നെയാണ്. അപ്പോൾ വിദേശങ്ങളിൽ പോകുന്ന നമ്മുടെ ഗവൺമെൻറ്റൊക്കെ വിദേശങ്ങളിലേക്ക് നേഴ്സുമാർ ഡ്യൂട്ടിയിൽ നിന്ന് ലീവ് എടുത്ത് പോകാനൊക്കെ ഒരുപാട് സഹായകരമായ 5 വർഷത്തേക്ക് ലോങ് ലീവൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം
അതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ സാമൂഹിക ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ നല്ലതാണ്, അതിലൊന്നും തെറ്റില്ല. പക്ഷേ നമ്മുടെ മേഖല, നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ് അതുകൊണ്ട് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയും അവരെ ഇവിടെ നമ്മുടെ യങ് ജനറേഷനാണ്. ഏതൊരു രാജ്യത്തിൻ്റെയും മുതൽക്കൂട്ടെന്ന് പറയുന്നത് അവരുടെ യുവജനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള യുവജനങ്ങൾ ഇവിടെ നിൽക്കുന്നിടത്തും നമ്മുടെ ഹെൽത്ത് കെയറിന് ഉപയുക്തമാകുന്നിടത്താണ് നമ്മളുടെ ആരോഗ്യ മേഖല സുരക്ഷിതമാവുള്ളൂ. നമ്മളവരെ ഒരിക്കലും അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷ നേട്ടം ഉണ്ടാകുമായിരിക്കും, പക്ഷേ നമ്മുടെ ഹെൽത്ത് കെയർ ഭാവിയിലൊരു വൻ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ പറയേണ്ടി വരും. ട്രെയിൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത അങ്ങേക്ക് ഭാവി പരിപാടികൾ ഏറ്റവും പ്രശംസനീയമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയട്ടെ, അതിനുള്ള എല്ലാ ഭാവങ്ങളും നേരുന്നു. ഒപ്പം നഴ്സസ് ദിനാശംസകളും നേരുന്നു. താങ്ക് യു.